ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്നുള്ള പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ പയ്യാവൂർ വെമ്പുവ തെരേസ ഭവനിലെ സജി ബ്രദറിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷകളെ, തെരേസ ഭവനിലെ ശുശ്രൂഷകളെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സജി ബ്രദറിനും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം. ബ്രദറിനെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് സ്വയം പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് സജി എന്നാണ്. ഞങ്ങളുടെ വീട്ടുപേര് തുരുത്തിയിൽ. എൻ്റെ ജീവിത പങ്കാളി ജോമിനി. എനിക്ക് 4 മക്കളാണുള്ളത്. മൂത്ത 2 പെൺമക്കളാണ്. സ്നേഹ മോള്, രണ്ടാമത്തെ മോള് കൃപ മോളാണ്. മൂന്നാമത്തെ മോനാണ് ആനന്ദ് എന്നാണ് അവൻ്റെ പേര്. ഇളയാള് അബി. അങ്ങനെ ഞങ്ങൾ 4 മക്കളും ഞങ്ങൾ 6 പേര്. ഇതിന് പുറമെ ഞങ്ങളൊരു വലിയ കുടുംബമാണ്. ഇവിടെ 90ഓളം തെരുവിലൊക്കെ അലഞ്ഞ് നടന്ന് വഴിയോരങ്ങളിലും പീഡികത്തിണകളിലും ബസ് സ്റ്റാൻഡിലൊക്കെ ആയിരുന്ന വ്യത്യസ്ത മതസ്ഥരും ഭാഷക്കാരും ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽപ്പെട്ട ഒരു 90ഓളം മക്കളും കൂടി ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞങ്ങളൊരു വലിയ കുടുംബമായിട്ട് കർത്താവിൻ്റെ വലിയ പരിപാലനയിൽ, കരുതലിൽ, ദൈവമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുകയാണ്. ബ്രദറിന്റെ ബാല്യകാലം ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈശോയെ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ 21-ാം വയസ്സിലാണ്. അതിനു മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ, മമ്മി, ഞങ്ങൾ 6 മക്കളാണ്. ഒത്തിരി പ്രതികൂല സാഹചര്യം നടന്ന ഒരു ജീവിത അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഞങ്ങൾ 6 മക്കളിൽ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തതും യാതൊരുവിധ കഴിവും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. 7-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെ ആ കാലഘട്ടത്തിൽ പോലും തോറ്റു. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എത്രമാത്രം ഉണ്ടെന്നറിയാം. ചാച്ചനാണെങ്കിൽ വലിയ മദ്യപാനിയായിരുന്നു. അതിൻ്റെ ഒത്തിരി ഭവിഷ്യത്തുകൾ. ഒരു പെങ്ങള് അപസ്മാര രോഗിയായിരുന്നു. ദിവസം 10-15 പ്രാവശ്യമൊക്കെ അപസ്മാരകം നിലത്ത് വീഴും. അങ്ങനെ ഒത്തിരി രോഗപീഠകളുടെ പ്രതികൂല സാഹചര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിത അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. അങ്ങനെ 1991 ഞാൻ ആദ്യമായിട്ടൊരു ധ്യാനത്തിലേക്ക് വന്നു. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഞങ്ങൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ കോളയാടിനടുത്ത് ആലച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞങ്ങളുടെ അവിടുന്ന് അടുത്ത് തന്നെയാണ് പേരാവൂർ തൊണ്ടിയിൽ ബൈബിൾ കൺവെൻഷൻ. അപ്പോൾ എന്താണ് ബൈബിൾ കൺവെൻഷൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എങ്കിലും എനിക്ക് പോകാൻ തോന്നിയില്ല. ആദ്യത്തെ ദിവസം ഞാൻ പോയില്ല. രണ്ടാമത്തെ ദിവസം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഭയങ്കര സംഭവമാണ്, പോയി കാണേണ്ടതാണ്. പിന്നെ എന്താണെന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു വലിയ തെങ്ങിൻ തോട്ടത്തിലാണ് ഇവിടെ കൺവെൻഷൻ നടക്കുന്നത്. അപ്പം ഞാൻ അന്ന് വരെ കാണാത്തൊരു കാഴ്ചയാണ്. അവിടെ സ്റ്റേജിലിരുന്നൊരു വൈദികൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കൈകൾ ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ഞാൻ പള്ളിയിലൊക്കെ സ്ഥിരം അധികം പോകുന്ന ആളാണ്. പക്ഷേ അതൊരു യാന്ത്രികമായി ഇങ്ങനെ ഒരു ക്രിസ്ത്യാനി എന്ന പേരിൽ കടമ ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്.
പക്ഷേ ഇതൊരു വലിയ കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വലിയ അനുഭവമായിരുന്നു. അപ്പം ഞാനും എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും അവരിൽ ഒരാളായി, ഞാനും എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ചെയ്യാം, കണ്ണടച്ചു. ഞാനും എൻ്റെ കൈകൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കൈകൾ ഉയർത്തുന്നത്. ഒരു 2-3 വചനങ്ങൾ അച്ഛൻ പറഞ്ഞു തന്ന വചനങ്ങൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എൻ്റെ തലയിലേക്ക് എന്തോ ഒന്നിങ്ങനെ വന്ന് വീഴുന്നത് പോലൊരു അനുഭവം. പിന്നെ ഞാനൊന്നും ഓർക്കുന്നില്ല. കുറേ കഴിഞ്ഞ് എനിക്കൊരു ബോധോദയമൊക്കെ ഉണ്ടായി. ഒന്ന് നോക്കുമ്പം ഞാൻ ഇരിക്കുകയാണ്. ഒരു അപ്പച്ചൻ എന്നെ ഇങ്ങനെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് ചേർത്ത് ഇങ്ങനെ ചാരി ഇരുത്തിയേക്കുവാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കെന്താ പറ്റി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം അപ്പച്ചൻ പറഞ്ഞു, മോന് നല്ല ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ട്. മോൻ വന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മോന് വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. മോൻ ഈശോയെ 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 എന്ന് പറഞ്ഞ് മോൻ്റെ ബോധമൊക്കെ പോയൊരവസ്ഥയായിരുന്നു. ഞാൻ മെല്ലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനവിടെ വന്ന ഒരവസ്ഥയല്ല എനിക്കെന്തോ ഒരു മാറ്റം വന്ന പോലെ. ഞാൻ മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് സ്റ്റേജിൻ്റെ ഏറ്റവും മുന്നിൽ പോയി ഞാനിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ ധ്യാനം തീരുന്ന ദിവസം വരെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഒരു ആർത്തി പോലെയായിരുന്നു. ഭയങ്കര ദാഹമായിരുന്നു. ഓരോ വിശുദ്ധ കുർബാന നടക്കുമ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും ആരാധനയിലും വചന ശുശ്രൂഷയിലൊക്കെ വ്യത്യസ്തമായ വലിയ അനുഭവം. ഞാൻ ആരാധനയൊക്കെ സ്തുതിച്ച് ഞാൻ അറിയാതെ ഇങ്ങനെ കരയുക ചെയ്യുക. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളൊക്കെ ഇങ്ങനെ വലിയ ഇതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന് അതിനെ ഓർത്ത് ഞാനിങ്ങനെ അനുദപിച്ച് ഇങ്ങനെ കരഞ്ഞ് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ധ്യാനം കഴിഞ്ഞപ്പോഴും ഞാൻ ആകപ്പാട് മാറി. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പോയതുപോലെ. കാരണം അന്ന് വരെ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുടുംബത്തെക്കുറിച്ചായിരുന്നു. ചാച്ചൻ്റെ മദ്യപാനം, പെങ്ങളുടെ അസുഖം, ദാരിദ്ര്യം, കടപ്രതിസന്ധികൾ എപ്പോഴും എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഈ ധ്യാനം കഴിഞ്ഞ ശേഷം അതെല്ലാം എൻ്റെ ഓർമ്മയിൽ നിന്ന് പോലും പോയ പോലെയാണ്. എനിക്ക് വീട്ടിൽ വന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വളരെ ഹാപ്പിയായി എപ്പോഴും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നടക്കും. ഹൃദയത്തിന് ദൈവത്തെ എനിക്കൊന്ന് ഭാഷാപരം കിട്ടിയായിരുന്നു ആ ധ്യാനത്തിലൂടെ. അപ്പം ഞാൻ എന്ത് വന്നാലും തമ്പുരാന് നന്ദി പറഞ്ഞിങ്ങനെ പോകും. അപ്പോൾ എനിക്ക് ഒരു സഹനം എന്നെ ഏശുന്നില്ല. ഞാൻ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ വിജയം വരിച്ച് വളരെ ഹാപ്പിയായിട്ട് പോകുന്നൊരവസ്ഥയാണ്. അനാഥരായി വഴിയരികിൽ അലഞ്ഞു നടക്കുന്ന മക്കളിലാണ് തൻ്റെ ശുശ്രൂഷയെന്ന് തിരിച്ചറിഞ്ഞ് ആ വിളിക്ക് ഉത്തരം കൊടുത്തത് എന്നു മുതലാണ്. ഞാൻ 91 ആ ധ്യാനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ എനിക്ക് കിട്ടിയപ്പോഴാണ് ഇങ്ങനൊരു തിരിച്ചറിവ് കിട്ടുന്നത്. അതെനിക്ക് മനസ്സിലായത്, ഞാനിങ്ങനെ ബസ്സിൽ കണ്ണൂരും തലശ്ശേരിയൊക്കെ യാത്ര ചെയ്യുമ്പം അലഞ്ഞ് തിരിയുന്ന മാനസിക രോഗികൾ, വേസ്റ്റ് വാരി തിന്നുന്നവർ, OVRൽ വെള്ളം കുടിക്കുന്നവർ, മുഷിഞ്ഞ് നാറിയൊക്കെ ഇങ്ങനെ നടക്കുന്ന കാണുമ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു വേദന, അവരോട് ഭയങ്കര ഒരു മനസ്സലിവ് ഇങ്ങനെ തോന്നുക. അപ്പോൾ എനിക്ക് ആ ധ്യാനത്തിന് മുമ്പ് അങ്ങനൊരു തോന്നലുണ്ടായില്ല. അതുപോലെ ഞങ്ങൾ ആ ധ്യാനം കൂടിയ ഞങ്ങളുടെ നാട്ടിലൊരു 6-7 ചെറുപ്പക്കാർ കൂടി ഞങ്ങൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഏതെങ്കിലും റബ്ബർ തോട്ടങ്ങളിലോ പീഡിക മുറിയിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി വട്ടത്തിലിങ്ങനെ പ്രാർത്ഥിക്കും. അന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എങ്കിലും കുറേ സമയം ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഉൾപ്രേരണ തരും. ആദിവാസി കോളനിയിലേക്ക് പോകണം, കുറിച്ച കോളനിയിലേക്ക് പോകണം. തലശ്ശേരി, കണ്ണൂരൊക്കെ അന്ന് ഗവൺമെൻറ് ആശുപത്രി അനാഥ വാർഡുണ്ട്. ആരും ഇല്ലാത്തവർ, ആക്സിഡൻ്റൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നവർ, ഓപ്പറേഷൻ പറഞ്ഞിട്ട് ചെയ്യാൻ മാർഗ്ഗമില്ലാത്തവർ, അല്ലെങ്കിൽ നടക്കാൻ പറ്റാതെ അരയ്ക്ക് തഴയ്ക്ക് തളർന്ന് കിടക്കുന്ന, സ്വന്തം മലമൂത്ര വിസർജനത്തിലൊക്കെ കിടക്കുന്ന ആളുകൾ, TV വാർഡിലൊക്കെ ഇങ്ങനെ താടിയൊക്കെ നീട്ടി ആരും ഷേവ് ചെയ്ത് കൊടുക്കാനില്ല, മുടി മുറിച്ച് കൊടുക്കാനില്ല. അപ്പോൾ അങ്ങനെയുള്ള മക്കളുടെ അടുക്കിലേക്ക് പോകാനൊരു ഭയങ്കര ഉൾപ്രേരണ. അങ്ങനെ ഞങ്ങൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ആത്മാവ് പ്രേരണ തരുന്ന കോളനിയിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴുണ്ടാവും നമ്മുടെ ശുശ്രൂഷ കാത്തിരിക്കുന്ന പോലെ ആളുകൾ, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെ, അല്ലെങ്കിൽ മരുന്നിനൊക്കെ എഴുതി കൊടുത്തിട്ട് ആഴ്ചകളായിട്ട് കുറിപ്പിട ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അത് മേടിക്കാൻ മാർഗ്ഗമില്ലാതെ, അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻ പറഞ്ഞിട്ട് ആരും കൂടെ നിൽക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ രക്തം കൊടുക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ യാന്ത്രികമായി ഞങ്ങൾ പോലും അറിയാതെ ആ ശുശ്രൂഷ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ചെയ്യിക്കുകയായിരുന്നു.
അങ്ങനെയാണ് എൻ്റെ ആദ്യകാല ശുശ്രൂഷകൾ. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ കുറച്ച് മുന്നോട്ട് 94 ഇങ്ങനെയുള്ള രോഗികളെ എടുത്തു കൊണ്ടുവന്ന് നോക്കണം, എങ്കിലേ അതിൻ്റെ ഒരു പൂർണ്ണതയാവുള്ളൂ എന്നൊരു തിരിച്ചറിവ് കിട്ടി. അങ്ങനെ ഞങ്ങൾ 6-7 പേര് കൂടി ഞങ്ങളൊരു പള്ളിക്കെട്ടിടം അവിടുന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് 1 വർഷത്തേക്ക് വിട്ടു തന്നു. അപ്പോൾ കോട്ടയം രൂപതയുടെ ഒരു പഴയ പള്ളിക്കെട്ടിടമായിരുന്നു. അപ്പം പിതാവ് അത് വിട്ടുതരാൻ തയ്യാറായി. അങ്ങനെ ഒരു 4 മക്കളെ കൊണ്ടുവന്നാണ് ഈ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ പല സ്ഥാപനങ്ങളിൽ കൂടെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. കർണാടകയിൽ വീരാജ്പേട്ടയിൽ പ്രായമുള്ള ഓൾഡേജുകാരായ മക്കൾക്ക് വേണ്ടി 1 വർഷത്തോളം ഉണ്ടായിരുന്നു. കൂട്ടുപുഴയിൽ മാനസിക രോഗികളായിട്ടുള്ള മക്കളോടുകൂടെ ഏകദേശം 7.5 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം കണ്ണൂർ ഹോളി മൗണ്ട് എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്നു 7-7.5 വർഷം. അതിനുശേഷമാണ് ഞങ്ങൾ ഈ വെമ്പുവായിൽ ഇവിടെ ഈ തെരേസ ഭവനിലേക്ക് ഇവിടെ 2012 ഇവിടെ തോമാസ് ലീഹായുടെ തിരുനാൾ ദിവസമാണ് ഞങ്ങളിവിടെ വന്ന് കയറുന്നത്. അപ്പോൾ എൻ്റെ ഈ ശുശ്രൂഷ ആരംഭകാലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ 10 മക്കളിലെ ഏറ്റവും ഇളയ മോളായിരുന്നു എൻ്റെ പങ്കാളി. അപ്പോൾ അവൾക്ക് ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, ഉൾക്കൊള്ളാനോ ഈ ശുശ്രൂഷയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ ഉൾക്കൊള്ളാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റേതായ കുറച്ച് പ്രതിസന്ധികളും അകൽച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവൾക്ക് പിന്നീട് അവളൊരു നല്ലൊരു ധ്യാനം കൂടി, അവളും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകവും കൃപയൊക്കെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ കുടുംബത്തോടെയാണ് പിന്നെ ശുശ്രൂഷ അങ്ങോട്ട് ആരംഭിച്ചത്. ഞങ്ങളിങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ തന്നെ കുടുംബത്തോടെ കഴിയുകയാണ്. എനിക്ക് 4 മക്കളും ഉണ്ടായത് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് 12 വർഷമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഈ വലിയ കുടുംബത്തിൽ ഇവരുടെ കൂടെ തന്നെയാണ്, ഇവരോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളും താമസിക്കുന്നത്. ഹലോ, എൻ്റെ പേര് സ്നേഹ. ഞാൻ മൂത്ത മകളാണ്. ഞാനൊരു സോഷ്യോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇപ്പം കറന്റ്ലി ഞാൻ ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നു. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ, ദൈവശുശ്രൂഷ എന്താണെന്നും ഒരു 25 വർഷക്കാലമായി, അതായത് ഞാൻ എൻ്റെ ജനനം മുതൽ ഈ നിമിഷം വരെ വ്യക്തിപരമായി വിറ്റ്നസ് ചെയ്യുന്ന, അറിഞ്ഞു വരുന്ന ഒരാളാണ്. പക്ഷെ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്നും എത്രത്തോളം വലുതാണെന്നും എത്ര റെയർ ബ്ലെസ്സിങ് ആണ് എനിക്ക് ലഭിച്ചത് എന്ന് ഞാൻ അറിയുന്നത് എൻ്റെ ഡിഗ്രി കാലയളവ് തൊട്ടുള്ള എൻ്റെ ഇന്ററാക്ഷൻസിൽ നിന്നാണ്. ഇതിന് കാരണക്കാരായ അച്ചാച്ചനും അമ്മയ്ക്കും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിനും എന്നും എൻ്റെ നന്ദി ഉണ്ടാവും. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിനേക്കാൾ ഉപരി ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒരു വിഷണറി ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു വിഷൻ ഉണ്ടാവുക, ഒരു വലിയ വിഷൻ ഉണ്ടാവുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, കാലം അപ്ഡേറ്റ് ആകുന്നതിനനുസരിച്ച് ആ സിസ്റ്റത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാറ്റങ്ങൾ വരുത്തുക, അതുപോലെ തന്നെ വളരെ ഹാപ്പിയായി എഫിഷ്യന്റ് ആയി അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. ആൻഡ് ഐ സീ ദാറ്റ് ഇൻ ദ വർക്ക് ദാറ്റ് മൈ ഫാദർ ഡസ്. എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വിഷണറിയാണ് അച്ചാച്ചൻ.
അച്ചാച്ചന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് എന്നും ഒരു ഐഡിയൽ ആയിരിക്കും. ഇഫ് അച്ചാച്ചൻ ഇസ് ദ വിഷണറി, അമ്മ ഇസ് ദ നാവിഗേറ്റർ. എല്ലാ പ്രവർത്തനങ്ങൾക്കും തന്റേതായ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അമ്മയുടെ പങ്ക് വളരെ വലുതാണ്. ഇപ്പം പബ്ലിക് ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് അഡ്വൈസസ് ഒന്നും അച്ചാച്ചനും അമ്മയും തന്നിട്ടില്ല. ബട്ട് ഞങ്ങളെല്ലാം പഠിച്ചത് ഇസ് ഫ്രം വാട്ട് ദേ ഡു. അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് കണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചത്. ഞങ്ങൾക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ജീവിതങ്ങളിൽ വെളിച്ചം കൊണ്ടുവരുവാൻ ഇരുവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആൻഡ് ആസ് എ ഫൈനൽ നോട്ട്, as they always imply, their power comes from God and I believe in that power. Thank you. എൻ്റെ പേര് ആനന്ദ് സജി. ഞാൻ സജി ബ്രദറിൻ്റെ മോനാണ്, മൂന്നാമത്തെ മോനാണ്. ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ PG പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ UK-ലാണുള്ളത്, ദൈവം അനുഗ്രഹിച്ച്. അപ്പം ഇവിടെ തെരേസഭവനിലായിരുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായുള്ള കാര്യമായിരുന്നു. കാരണം അവരോടൊപ്പം സമയം ചെലവഴിക്കുക അതൊന്നും വേറെ ആർക്കും കിട്ടുന്ന ഒരു അനുഭവമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെർത്തായിട്ട് തോന്നിയായിരുന്നു, വാല്യൂഡ് ആയിട്ട് തോന്നിയായിരുന്നു അവരോടൊപ്പമുള്ള സമയം ചെലവഴിച്ചത്. അവരൊക്കെ ആരെങ്കിലും ആയതിനേക്കാൾ ഉപരി നമ്മുടെ സ്വന്തം എന്താ പറയുക ആൾക്കാരെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു അംഗം പോലെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവരുടെ സംസാരവും രീതിയും ഒക്കെ അങ്ങനെയായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടാന്മാരെ പോലെയും അങ്കിൾമാരെ പോലെയൊക്കെ ആയിരുന്നു അവരെ കരുതിക്കൊണ്ടിരുന്നത്. താങ്ക് യു. ജോമിനി, നിങ്ങൾ എല്ലാവരും കുടുംബം ഒന്നിച്ചാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള രോഗാവസ്ഥയിലുള്ളവരുണ്ട്, സ്വഭാവങ്ങളിൽ വ്യത്യസ്തതയുള്ളവരുണ്ട്, മാനസികമായി അസ്വസ്ഥതകൾ ഉള്ളവരുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഒന്നിച്ച് എങ്ങനെയാണ് അവരുടെ പരിപാലനം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ശുശ്രൂഷിക്കുന്നത്? ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് അവരെ ഉൾക്കൊള്ളാനും, എങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇവരെ ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുന്നത് തന്നെ. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു സഹോദരനോ സഹോദരി, എൻ്റെ ഒരു ചേച്ചിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണെങ്കിൽ ഞാൻ എങ്ങനെ ഇവരെ ഉൾക്കൊള്ളും എന്നുള്ള അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ അവരുമായിട്ട് കൂടുതൽ അടുക്കാനും എനിക്കവർ ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെ അവരെ കാണുന്നത്. രോഗാവസ്ഥയിലുള്ളവരൊക്കെ എങ്ങനെയാണ് അന്നേരം? അവർ വയലൻ്റ് ആയവരുണ്ടാവും. ഒത്തിരി വയലൻ്റ് ആയവരൊക്കെ വന്നാലും നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുകയോ വർത്താനമൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ അടുത്ത് നല്ല കാമാവും. പെട്ടെന്ന് അവർ സുഖം പ്രാപിച്ച് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് അവർ വരും. ഈ ശുശ്രൂഷകൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ്? നമുക്ക് ദൈവം നന്നായിട്ട് നമ്മളെ പരിപാലിച്ചു പോകുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെ ഈ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് എനർജി ഇതുമായിട്ട് വന്നിട്ടില്ല, നമുക്ക് പോസിറ്റീവ് വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ പിള്ളേർക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വിജയങ്ങൾ മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്കാണെങ്കിലും അവരൊക്കെ നല്ല ഉന്നത സ്ഥാനത്ത് പഠിച്ച് അവർ മുന്നോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഒത്തിരി ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും നമ്മളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. പല രോഗാവസ്ഥയിലുള്ളവർ സ്വഭാവത്തിലും അല്ലെ മാനസിക അവസ്ഥയിലും ഒക്കെ വ്യത്യസ്തരായവരാണ്. ഇവരെയൊക്കെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്, അതിൽ ശുശ്രൂഷിക്കുന്നത്? അവരെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപ ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം ഇവിടെ വരുന്ന രോഗികളൊക്കെ ഭയങ്കര വയലൻ്റ് ഉണ്ടാവും, ഭയങ്കര പ്രശ്നക്കാരുണ്ടാവും, അല്ലെങ്കിൽ തളർന്നവരാണെങ്കിൽ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനത്തിലൊക്കെ കിടക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ അവരെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കർത്താവ് കൃപ തരുന്നതുകൊണ്ട് മാത്രമാണ്. ഇവർ ഒരാളെടുത്താൽ നമ്മളെ അടുത്ത് ഏറെറിയാനൊക്കെ ഉള്ളൂ. നമ്മുടേതായ ബുദ്ധി കൊണ്ടൊന്നും നടക്കത്തില്ല. കർത്താവാണ് ഈ ഭവനത്തിൻ്റെ രക്ഷകനും നാഥനും സർവസ്വവും. അതുകൊണ്ട് തന്നെ എത്ര പ്രശ്നമുള്ള ആളുകൾ വന്നാലും അവരെ ശുശ്രൂഷിക്കാനുള്ളൊരു പ്രത്യേക കൃപ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷയിലൊരു മടുപ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല. കൂടുതൽ ചെയ്യുവാനുള്ള ഉൾപ്രേരണയാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്.
കൂടുതൽ ആളുകൾക്ക് ഞങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ എത്ര മക്കളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും, ആ ഒരു ചിന്തയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒത്തിരി പ്രതിസന്ധികളുണ്ട്. കാരണം ഇവർക്ക് നല്ല കെയർ കൊടുക്കണം, നല്ല ശുശ്രൂഷ കൊടുക്കണം, നഴ്സുമാർ വേണം, സോഷ്യൽ വർക്കേഴ്സ് വേണം, മറ്റ് സ്റ്റാഫുകളെല്ലാം വേണം. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, വൊക്കേഷണൽ തെറാപ്പിസ്റ്റ്, പിന്നെ ഡോക്ടേഴ്സിൻ്റെ സൈക്യാട്രി ഡോക്ടറും മെഡിക്കൽ ഡോക്ടറുടെ എല്ലാം സേവനങ്ങളൊക്കെ വേണം. അപ്പം ഇതിന് പ്രത്യേകമായൊരു ഫണ്ടോ പ്രൊജക്റ്റോ ഫോർനൈഡോ ഒന്നുമില്ല. ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു മാസം സാലറി തന്നെ 2 ലക്ഷത്തിൻ്റെ മുകളിൽ കണ്ടെത്തണം. ബാക്കി ഇവരുടെ മെഡിസിൻ ഒരു 6 ലക്ഷം രൂപയോളം ഒരു മാസം ഇവർക്ക് അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മാസം ചിലവ് വരുന്നുണ്ട്. അപ്പം ചില സമയത്തൊക്കെ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളൊക്കെ വരും. പിന്നെ കെട്ടിട സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. ഇപ്പം ഗവൺമെൻറ് നിയമപ്രകാരം 80 സ്ക്വയർ ഫീറ്റിൽ ഒരാളെ കിടത്താവുള്ളൂ എന്നൊക്കെ ഉണ്ട്. ഇപ്പം കെട്ടിട നിർമ്മാണമൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. എങ്കിലും സർവശക്തനായ ദൈവം ഓരോ ദിവസവും ഈ പ്രതിസന്ധിയുടെയും ഞെരുക്കത്തിൻ്റെ ഇടയിൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടാകാം. എങ്കിലും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? ഞങ്ങൾ ഈ ദൈവ ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകുമ്പം പ്രതീക്ഷിക്കാത്ത ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. 3 വർഷം മുമ്പ് പെട്ടെന്ന് വൈഫിന് ഒരു ക്യാൻസറിൻ്റെ പ്രശ്നം വന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് മേജർ ഓപ്പറേഷനാണ്, വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ ഒരു ഭയങ്കര ഇടപെടൽ അവിടെ ഉണ്ടായി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഒരു ഗുളിക പോലും കഴിക്കുന്നില്ല. വളരെ പഴയതിനേക്കാൾ ആരോഗ്യവതിയായി ഈ ശുശ്രൂഷയിൽ പങ്കാളിയായി മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം നൽകിയ ഒരു വലിയ ദൈവാനുഭവമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു അത്. എന്തെല്ലാമാണ് ബ്രദറിന്റെ പുതിയ പ്രോജക്റ്റുകൾ? ഒത്തിരി സ്വപ്നങ്ങൾ മുന്നോട്ടുണ്ട്. ഏറ്റവും എമർജൻസി ആയ ഒരു കാര്യം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഈ ഭവനത്തിൽ ഇപ്പോൾ മാനസിക രോഗികളും ഓൾഡ് ഏജ് ആയിട്ടുള്ള കിടപ്പ് രോഗികളെല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ ഒന്നിച്ച് കഴിയുന്നതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇൻസ്പെക്ഷനിലൊക്കെ അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിവിടെ പയ്യാവൂർ തന്നെയുള്ള കുഴുവേലിലെ ജിബിലച്ചൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഇത് ഷെയർ ചെയ്യുണ്ടായി. തീർച്ചയായിട്ടും അച്ഛനും കുടുംബാംഗങ്ങളും വലിയ മനസ്സോടെ ഒരു 1.5 ഏക്കർ സ്ഥലം ഈ പ്രായമുള്ളവർക്ക് വേണ്ടി ദാനമായി തരാനുള്ള വലിയ മനസ്സുണ്ടായി. അവിടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കുറേശ്ശെ കർത്താവ് തരുന്നതനുസരിച്ച് കുറേശ്ശെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ച് കഴിയുകയാണെങ്കിൽ നമുക്കിവിടെയുള്ള പ്രായമുള്ളവരെയും കിടപ്പ് രോഗികളെയും മാറ്റാം. കുറച്ച് മക്കളെ, ഇനിയും വളരെ അർഹതപ്പെട്ട കുറച്ച് രോഗികളെയും കൂടി എടുത്ത് സംരക്ഷിക്കാൻ പറ്റും. അത് ഞങ്ങളുടെ ഒരു മെയിൻ സ്വപ്നമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ വീടുകളില്ലാതെ വിഷമിക്കുന്നവർ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് പോലും വിഷമിക്കുന്നവർ, രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയൊക്കെ കഴിയാവുന്ന സഹായങ്ങളും ഹെൽപ്പുകളും നല്ല മനസ്സുള്ള ആളുകളെ കണ്ടെത്തി 5 സെൻറ്റും 6 സെൻറ്റ് സ്ഥലമൊക്കെ കൊടുക്കാനും, അതുപോലെ കെട്ടിടം പണിയാനുള്ള ഹെൽപ്പുകളും ഒക്കെ, അങ്ങനെ ഞങ്ങളുടെ സ്വാധീനവും കഴിവുകളൊക്കെ കഴിയുന്നത്ര മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മരണം വരെ. കാരണം നിത്യതയോട്, സ്വർഗത്തോട് തുലനം ചെയ്ത് നോക്കുമ്പോൾ എത്ര നന്മ ചെയ്താലും മതി വരില്ല. അപ്പോൾ മാക്സിമം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. അതാണ് ഞങ്ങളെ കുടുംബം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ നൽകുന്ന ഒരു സന്ദേശമാണ്. അത് ജീവിക്കുന്ന സുവിശേഷമാകണം. ഇവിടെ ബ്രദറിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് ഈ ഭൂമിയിൽ എല്ലാമാകാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്കും നന്ദി പറയുന്നു.
ഓക്കെ. ലോകം തള്ളിക്കളഞ്ഞവരെ കൂടുതൽ അടുത്തെറിയുമ്പോൾ അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും മാറും. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഈ മക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സജി ബ്രദറിന്റെ ജീവിതത്തിലൂടെയാണ് നാം ഈ സമയം ഇത്രയും കടന്നുപോയത്. ഈ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.